ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിക്കോസ് കസന്താക്കിസിൻ്റെ പ്രശസ്തമായ നോവലുകളിലൊന്നാണ് ദ ഗ്രീക്ക് പാഷൻ. ഗ്രീസിലെ ലിക്കോവ്രിസി എന്ന ഗ്രാമമാണ് കഥയുടെ പശ്ചാത്തലം. 7 വർഷം കൂടുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഒരു നാടകം കളിക്കുക എന്ന പതിവ് ആ നാട്ടിലുണ്ട്. ആ വർഷവും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. ആട്ടിടയനായ മനോലിയസിനാണ് ക്രിസ്തുവിന്റെ വേഷം അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. നീണ്ട കാലത്തെ പരിശീലനത്തിന് ശേഷമാണ് വേദിയിൽ നാടകം അവതരിപ്പിക്കുന്നത്. പലപ്പോഴും ഈ കഥാപാത്രങ്ങളായി പകർന്നാടുമ്പോൾ കഥാപാത്രങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പലരുടെയും പരിശീലന കാലയളവിൽ അത് പ്രതിഫലിക്കാറുമുണ്ട്. ആ വർഷത്തെ അരങ്ങൊഴിഞ്ഞു. എല്ലാവരും പഴയ ജീവിത രീതികളിലേക്ക് മടങ്ങി. പക്ഷേ മനോലിയസിന്റെ കാര്യത്തിൽ ഈ പകർന്നാട്ടം അല്പം കടന്നുപോയി. നാടകമൊക്കെ കഴിഞ്ഞിട്ടും അയാൾക്ക് ക്രിസ്തു എന്ന വേഷത്തിൽ നിന്നും പുറത്തു കടക്കാനായില്ല. അയാൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തുടങ്ങി. ഇത്രയും നാൾ ക്രിസ്തുവായി അഭിനയിച്ചു, എന്തുകൊണ്ട് ഇനി ക്രിസ്തുവായി ജീവിച്ചുകൂടാ? ഇതായിരുന്നു അയാളുടെ ചിന്ത. പക്ഷെ അദ്ദേഹത്തിന്റെ ആ തീരുമാനം ക്രിസ്തുവിന്റെ പിടകളിലേക്ക് അയാളെ നയിച്ചു. ആ നാട്ടിൽ കടന്നുവന്ന കുടിയേറ്റക്കാർക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ നാട്ടിലെ പ്രഭുക്കന്മാരുടെയും ഭൂ ഉടമകളുടെയും കണ്ണിലെ കരടായി മാറി മനോലിയസ്. അവസാനം കുടിയേറ്റക്കാർക്ക് വേണ്ടി ജീവൻ വെടിയുകയാണ് അയാൾ. ക്രിസ്തുവായി പകർന്നാടാൻ തീരുമാനിച്ച മനോലിയസ് ജീവിതത്തിൽ അഭിനയിക്കുകയായിരുന്നില്ല, മറിച്ച് ക്രിസ്തുവായി ജീവിക്കുകയായിരുന്നു. നമുക്കും ഒരു വേഷപ്പകർച്ച സാധ്യമാണ്. ക്രിസ്ത്യാനിയായി അഭിനയിക്കാനല്ല, ക്രിസ്തുവായി ജീവിക്കാൻ. അഭിനയിക്കാൻ നാം വളരെ മിടുക്കരാണ്. പള്ളിയിൽ വരുമ്പോൾ വലിയ ഭക്തരാവുക, സുവിശേഷ പ്രസംഗ വേദികളിൽ ഉച്ചത്തിൽ പാട്ടുകൾ പാടുക, വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, എല്ലാ വർഷവും തീർത്ഥാടനം നടത്തുക, ആരെയും ആകർഷിക്കുന്ന ശബ്ദമാധുര്യത്തിൽ ആരാധനകളിൽ ഭാഗമാവുക തുടങ്ങിയ അഭിനയചര്യകളിൽ നാം പ്രഗത്ഭരാണ്. ഈ പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് പഴയ ജീവിത രീതികളിലേക്ക് മടങ്ങുന്നത് കൊണ്ടാണ് ഇവ അഭിനയമായി മാറുന്നത്. വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തിയുടെ ഓസ്കാർ വാങ്ങാനല്ല, ക്രിസ്തുവിന്റെ മുൾക്കിരീടം വഹിക്കാനാണ് എന്നത് മറക്കരുത്. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ തന്നെ നടക്കണം. 1 യോഹന്നാൻ 2:6. ക്രിസ്തു നടന്നതുപോലെ നടക്കാനും ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനും സാധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പകർന്നാട്ടം ജീവിതത്തിൽ അനിവാര്യമാണ്. അഭിനയത്തിന്റെ മുഖംമൂടികൾ വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിന്റെ ഭാവം ധരിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാ നിറയ്ക്ക എന്നെ ശുദ്ധ